നമസ്കാരം, സലാമലൈക്കും. അപ്പൊ ഇന്ന് പഴം നുറുക്ക്, അതാണ് നമ്മുടെ വിഭവം. അതായത് നമ്മുടെ വൈകുന്നേരങ്ങളിൽ കുട്ടികളെയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വിഭവമാണ്. അപ്പൊ അതിന് നമുക്ക് വേണ്ട എന്താന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പഴുത്ത ഏത്തപ്പഴമാണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം എന്നൊക്കെ പറഞ്ഞ ആ പഴം വേണം. എന്നിട്ട് ഇതിനെ നമ്മൾ നല്ല പഴുത്തായിരിക്കണം. നമ്മൾ എന്നിട്ട് ഇതിന്റെ തൊലിയൊക്കെ ഇങ്ങോട്ട് വിരിഞ്ഞ് കളഞ്ഞിട്ട് എന്നിട്ട് ഇവനെ നുറുക്കിയെടുക്കണം. നുറുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലൈസായിട്ട് അരിയരുത്, കുറച്ചെറിയൊരു കട്ടിയോടുകൂടി ഈ ഒരു പരുവത്തിൽ ഇവനെ അരിഞ്ഞ് എല്ലാം അരിഞ്ഞ് നമ്മൾ സെറ്റപ്പ് ആക്കി വെക്കണം. എല്ലാം ഒരേ ഒരു അളവിൽ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് സ്ലൈസ് ആവരുത്. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം. അതുപോലെ തന്നെ ഏലക്ക, ഒരു 4-5 ഏലക്കയോളം എടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തൊന്ന് പൊടിച്ച്, അല്ലെങ്കിൽ കല്ലിലോ അല്ല എവിടെയെങ്കിലും പൊടിച്ച് വെക്കുക. പിന്നെ നമ്മൾ ഒരു അടുപ്പ് കത്തിച്ച് ഒരു ഫ്രൈ പാൻ, എന്തെങ്കിലും ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ നാടൻ നെയ്യ് കിട്ടിയാൽ കുറച്ചുകൂടെ ബെറ്ററായിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് നാടൻ നെയ്യ്. അതിനകത്തൊരു നമ്മുടെ ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു പൊടി, ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കുക. പുറത്ത് വീഴാതെ ശ്രദ്ധിക്കണം. നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ മുകളിൽ കയറി ഇരിക്കാതെ എല്ലാം കറക്റ്റ് ഒരേ ഇതിൽ കിട്ടുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് ഭാഗവും നല്ലതുപോലെ ഫ്രൈ ചെയ്ത്, ഒരുപാടങ്ങ് ഇതാവണ്ട, എന്നാൽ നല്ലതുപോലെ ഫ്രൈ ആയി വരികയും വേണം. അത് എങ്കിൽ കടന്നിട്ട് അതിങ്ങനെ ഫ്രൈ ആയി നല്ല രീതിയിൽ വരുമ്പോൾ ഇങ്ങനെ തിരിച്ച് മാറ്റിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ അളവ് പറയാത്തത് മറ്റൊന്നുമല്ല, നമുക്ക് നമ്മുടെ ടേസ്റ്റിന് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. നമ്മുടെ ടേസ്റ്റിന് പഞ്ചസാര ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കുക. പൊടിച്ചു വെച്ചിരുന്ന ഏലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ, പഞ്ചസാര എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനിയാണ് നമ്മൾ മെയിനായിട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ് അല്ലെ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തേങ്ങാപ്പാല് ചേർത്ത് കൊടുത്ത് ഇവനെ ഒന്ന് പറ്റിച്ചെടുക്കണം. അതാണ് ഇതിന്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ സാധനമാണ് ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ ഒരു മെയിൻ സാധനമാണ് ഈ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്. അപ്പൊ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന പഴത്തിന്റെ അനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവനെ അതിലിങ്ങനെ നല്ലതുപോലെ പറ്റിച്ചെടുക്കുക. ഇവനെ ആ പഴം ആ തേങ്ങാപ്പാൽ പിടിച്ചെടുക്കുന്നത് വരെ അങ്ങനെ പറ്റിച്ചെടുക്കുക. ഈ ഒരു ഏകദേശമൊക്കെ നമ്മളത് ആയി വന്നിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു അളവൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ആ പഴത്തിലേക്ക് അതൊക്കെ പിടിച്ച് നല്ല നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയുള്ള സംഭവം. നമുക്ക് ഈ സാധനം വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന സാധനം. സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫുഡ്. ഇത്രേ ഉള്ളൂ, പെട്ടെന്ന് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വിഭവമായിട്ട്, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.